ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ദിനം 544-7 എന്ന നിലയിൽ ബാറ്റിംഗ് അവസാനിപ്പിച്ച ഇംഗ്ലണ്ട് നാലാമത്തെ ദിവസം ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വാലറ്റത്തെ കൂട്ടുപിടിച്ച് തകർപ്പൻ ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. 141 റൺസ് എടുത്ത ബെൻ സ്റ്റോക്സ് വാലറ്റത്തെ കൂട്ടുപിടിച്ച് ഇംഗ്ലണ്ടിൻ്റെ സ്കോർ 669 വരെ എത്തിച്ചു. ഇംഗ്ലണ്ടിന് 311 റൺസാണ് ലീഡുണ്ടായിരുന്നത്. അടിക്ക് തിരിച്ചടി എന്ന പോലെ ഇന്ത്യയുടെ ഇന്നിങ്സ് തുടങ്ങിയപ്പോൾ തന്നെ ജയ്സ്വാളിനെയും സായി സുദർശനെയും ഇന്ത്യക്ക് നഷ്ടമായി. ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യയെ ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റ് വീണപ്പോൾ ഇംഗ്ലണ്ട് ആരാധകരുടെയും ഇംഗ്ലണ്ട് കളിക്കാരുടെയും എല്ലാം മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഇന്ത്യൻ ആരാധകരെ ഒട്ടേക്ക് നിരാശരാക്കിക്കൊണ്ട് രണ്ടുപേരും റൺസൊന്നും എടുക്കാതെ പുറത്തായി. തുടർന്ന് ക്രീസിൽ ഒത്തുചേർന്ന ശുഭ്മാൻ ഗില്ലും KL രാഹുലും ഇംഗ്ലണ്ടിൻ്റെ 311 റൺസ് എതിരെ അടിക്ക് തിരിച്ചടി, എല്ലിന് എല്ല് പല്ലിന് പല്ല് എന്ന രീതിയിൽ ചങ്കുറപ്പോടെ ക്രീസിൽ നിലയുറച്ചു. ആദ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ആക്രമണോത്സുകമായ ബാറ്റിംഗ് കാഴ്ചവെച്ചത്. രാഹുൽ പ്രതിരോധിച്ച് കളിക്കാൻ ശ്രമിച്ചു. പാർട്ണർഷിപ്പ് ഏകദേശം 100 റൺസ് പിന്നിട്ടപ്പോൾ ഇവർ തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഏകദേശം 100 റൺസ് പിന്നിട്ടപ്പോൾ ക്യാപ്റ്റൻ ഗില്ലിൽ നിന്നും ആക്രമണം KL രാഹുൽ ഏറ്റെടുത്തു. രണ്ടുപേരും ചേർന്ന് നിലവിൽ 174 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് KL രാഹുലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചങ്കുറപ്പോടെ ക്രീസിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. നിലവിൽ 2 സാധ്യതകളാണ് ഉള്ളത്. ഇനിയും 137 റൺസ് പിന്നിലാണ് ഇന്ത്യ. എങ്കിലും 8 വിക്കറ്റ് കയ്യിലിരിക്കെ ഋഷഭ് പന്ത് ബാറ്റിങ്ങിന് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നിലവിൽ കൺഫ്യൂഷനായി തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫുട്ടിന് ഇഞ്ചുറി ഉണ്ട്. എങ്കിലും ബാറ്റിങ്ങിൽ ഇറങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിക്കവാറും ഒരു റണ്ണറെ വെച്ച് ബാറ്റിങ്ങിന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും 5-ാം ദിവസം കളി ഡ്രോ ആക്കാനായിരിക്കും ഇന്ത്യക്ക് സാധിക്കുക. തുടക്കത്തിൽ അധികം വിക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്തായാലും ഇന്ത്യ സമനില പിടിച്ചെടുക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ആദ്യ സെക്ഷനിൽ ഇന്ത്യയുടെ 2-3 വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ സാധിച്ചേക്കും എന്ന തോന്നൽ ആണ് അവർക്കുള്ളത്. എന്തായാലും നമുക്ക് 5-ാം ദിവസത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം ഫ്രണ്ട്സ്. ബൈ.